ഈ കഥ കേൾക്കുമ്പോൾ ഇതൊരു പുരാണ കഥ പോലെ തോന്നാം, പക്ഷേ ഇതൊരു ശാസ്ത്ര സത്യമായ ചരിത്രമാണ്. നമസ്കാരം, കണ്ണാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ സ്റ്റോറി എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നുള്ളത് ഒരു കമൻറ്റ് ഇടാമോ? ഈ കഥ കേൾക്കുമ്പോൾ ഇതൊരു പുരാണ കഥ പോലെ തോന്നാം, പക്ഷേ ഇതൊരു ശാസ്ത്ര സത്യമായ ചരിത്രമാണ്. ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ കഥ. ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹർഷി ചരകന്റെ കഥയാണിത്. സഞ്ചാരിയായ വൈദ്യൻ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലം സങ്കല്പിക്കുക. പുരാതന ഇന്ത്യയിലെ സിൽക്ക് റൂട്ടിൽ പൊടിപടലങ്ങൾ അടങ്ങുന്നു. കനിഷ്ക രാജാവിൻ്റെ കൊട്ടാരത്തിൽ ദാർശനികർക്കും രാജാക്കന്മാർക്കും ഇടയിൽ ഒരു മനുഷ്യൻ നടന്നുപോകുന്നു. സാമ്രാജ്യങ്ങളെക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു സ്വാധീനം ലോകത്തിന് നൽകിയ മനുഷ്യൻ. അദ്ദേഹമാണ് ചരകൻ. ചരകൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സഞ്ചാരി എന്നാണ്. അദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചിരുന്നത് രോഗികളെ ചികിത്സിക്കാൻ മാത്രമല്ല, ജീവിതത്തിൻ്റെ സ്വഭാവത്തെ അടുത്തറിയാൻ കൂടിയായിരുന്നു എന്നാണ് ഐതിഹ്യം. അദ്ദേഹം ഒരു രോഗിയെ വെറും ഒരു വ്യക്തിയായിട്ടല്ല കണ്ടത്, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായിട്ടാണ് കണ്ടത്. ഇന്ന് നാം അദ്ദേഹത്തെ ആയുർവേദത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഷ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. നൂറ്റാണ്ടുകളായി വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ട അറിവുകളെ അദ്ദേഹം ചരകസംഹിത എന്ന മഹത്തായ സംസ്കൃത ഗ്രന്ഥമാക്കി മാറ്റി. 120 അധ്യായങ്ങൾ, 12,000 ശ്ലോകങ്ങൾ, 2000 ഔഷധക്കൂട്ടുകൾ, 500 വ്യാധികൾ. ചരകസംഹിത വെറുമൊരു പുസ്തകം മാത്രമായിരുന്നില്ല, ഒരു സമഗ്ര ശാസ്ത്രത്തിൻ്റെ ജനനമായിരുന്നു അത്. ത്രിദോഷ സിദ്ധാന്തം. ചരകന്റെ വിജ്ഞാനം ഒരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് നമുക്ക് രോഗം വരുന്നത്? മറ്റുള്ളവർ ഇതിനെ ദുരാത്മാക്കളുമായോ ദുർഭാഗ്യവുമായോ ബന്ധിപ്പിച്ചപ്പോൾ ചരകൻ നോക്കിയത് ശരീരത്തിലെ തുലനാവസ്ഥ അഥവാ ബാലൻസ് ആണ്. ശരീരത്തിലെ 3 ഊർജങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ചു. അതാണ് ത്രിദോഷങ്ങൾ. വാദം, കാറ്റിനെ പോലെ